അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സില് ഹു എന്ന റിലേറ്റീവ് പ്രൊനൗൺ എവിടെ ഉപയോഗിക്കാം, അതുപോലെ ഹൂസ് എവിടെ ഉപയോഗിക്കാം, അതുപോലെ ഹൂം എവിടെ ഉപയോഗിക്കാം എന്ന് പഠിച്ചു. അപ്പൊ ഹു ഉപയോഗിക്കുന്ന കണ്ടീഷൻ എങ്ങനെയാണ് പറഞ്ഞു? പേഴ്സണെ സൂചിപ്പിക്കുന്ന സെന്റൻസിൽ മാത്രമേ ഹു ഉപയോഗിക്കാൻ പാടുള്ളൂ. അതേപോലെ ഇക്വേഷൻ എങ്ങനെ പറഞ്ഞു? പേഴ്സൺ പ്ലസ് ഹു പ്ലസ് ഓക്സിലറി ഓർ മെയിൻ വെർബ്. തന്നിരിക്കുന്ന സെന്റൻസില് ഡാഷ് കഴിഞ്ഞിട്ട് ഓക്സിലറി അല്ലെങ്കിൽ മെയിൻ വെർബാണ് വരുന്നതെങ്കിൽ ഹു ഉത്തരമായിട്ട് വരുന്നു. ഇനി ഹൂസിന്റെ കാര്യം എങ്ങനെ പറഞ്ഞു? ഡാഷ് കഴിഞ്ഞിട്ട് നൗൺ ആണ് വരുന്നതെങ്കിൽ ഹൂസ് ഉത്തരം എന്ന് പറയും. ഇനി ഹൂം ആണെങ്കിലോ പേഴ്സണെ സൂചിപ്പിക്കുന്ന സെന്റൻസിൽ മാത്രമേ ഹൂമും ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇക്വേഷൻ എങ്ങനെ പറഞ്ഞു? പേഴ്സൺ പ്ലസ് ഹൂം പ്ലസ് പ്രോനൗൺ. പ്രോനൗൺ ആയിട്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ ഏതൊക്കെയാണ്? ഐ, വി, യു, ഹി, ഷീ, ഇറ്റ്, ദേ. ഇവ കൂടാണ്ടാണെങ്കിലോ എവരിബഡി, എവരിവൺ, എവരിതിങ്, സംബഡി, സംവൺ, സംതിങ്, എനിബഡി, എനിവൺ, എനിതിങ്, നോബഡി, നോവൺ, നത്തിങ്. ഈ വാക്കുകളൊക്കെയാണ് വരുന്നതെങ്കിൽ ഹൂം എഴുതാമെന്നും പറഞ്ഞു. ഇന്ന് നമ്മൾ നോക്കുന്നത് വിച്ചും ദാറ്റും എവിടെ ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചാണ് നോക്കുന്നത്. നോക്കിയേ, വിച്ച് അല്ലെങ്കിൽ ദാറ്റ്. വിച്ചും ദാറ്റിന്റെയും കാര്യം പറയുമ്പോൾ വിച്ചും ദാറ്റും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന കണ്ടീഷൻസും പഠിക്കണം, വിച്ച് മാത്രം ഉപയോഗിക്കാൻ വരുന്ന കണ്ടീഷൻസും പഠിക്കണം, ദാറ്റ് മാത്രം ഉപയോഗിക്കുന്ന കണ്ടീഷൻസും പഠിക്കണം. നമ്മൾ ആദ്യം നോക്കുന്നത് വിച്ച് ഉപയോഗിക്കാം, ദാറ്റ് ഉപയോഗിക്കാം, കോമൺ കണ്ടീഷൻ ആണ് നോക്കുന്നത്. നോക്കിയേ, തിങ്സ് അല്ലെങ്കിൽ ആനിമൽസിനെ സൂചിപ്പിക്കുന്ന സെന്റൻസുകളാണെങ്കിൽ, വസ്തുക്കളെയോ അല്ല എങ്കിൽ മൃഗങ്ങളെയോ സൂചിപ്പിക്കുന്ന സെന്റൻസ് ആണെങ്കിൽ നമുക്ക് അവിടെ എന്തൊക്കെ ഉപയോഗിക്കാം? വിച്ച് ഉപയോഗിക്കാം, ദാറ്റ് ഉപയോഗിക്കാം. അപ്പൊ നമുക്ക് ഇക്വേഷൻ എങ്ങനെ പറയാം? തിങ്സ് ഓർ ആനിമൽ പ്ലസ് വിച്ച് ഓർ ദാറ്റ്. ഡാഷ് കഴിഞ്ഞ് എന്തൊക്കെ വാക്കുകൾ വരാം? ഓക്സിലറി വെർബ് വരാം, അല്ല എങ്കിൽ മെയിൻ വെർബ് വരാം, അല്ല എങ്കിൽ പ്രോനൗണ് വരാം. അപ്പൊ നമുക്ക് ഇക്വേഷൻ എങ്ങനെ പറഞ്ഞു? തിങ്സ് ഓർ ആനിമൽ പ്ലസ് വിച്ച് ഓർ ദാറ്റ് പ്ലസ് ഓക്സിലറി മെയിൻ വെർബ് പ്രോനൗൺ. നമുക്ക് ഇവിടെ തിങ്സ് ഓർ ആനിമൽ ആണ്, അതുകൊണ്ട് നമുക്ക് ഡാഷ് കഴിഞ്ഞിട്ട് ഓക്സിലറിയോ മെയിൻ വെർബോ പ്രോനൗണോ വരാം. വന്നു കഴിഞ്ഞാൽ ഉത്തരം ഏതെഴുതാം? വിച്ചും എഴുതാം, ദാറ്റും എഴുതാം. ഇതിൽ ഏതാണ് ഓപ്ഷനിൽ വന്നിരിക്കുന്നത് അത് നമുക്ക് ഉത്തരമായിട്ട് എഴുതാം. ഇവിടെ എന്തായാലും നൗണ് വരില്ല. നൗണ് വന്നു കഴിഞ്ഞാൽ ഉത്തരം ഏതിലേക്ക് പോകുന്നു? ഹൂസിലേക്ക് പോകുന്നു. അപ്പൊ നൗൺ ഒഴിച്ച് വേറെ എന്ത് വാക്ക് വേണോ വരാം. നോക്കിയേ, എക്സാമ്പിൾ നോക്കിയേ, ദിസ് ഈസ് ദ റോഡ് ഡാഷ് ടേക്സ് യു ടു ബസ് സ്റ്റാൻഡ്. കണ്ടല്ലോ, റോഡ് എന്ന് പറയുന്നത് തിങ് ആണ്, ഒരു വസ്തുവല്ലേ, തിങ് ആണ്. ടേക്സ് എന്ന് പറയുന്നത് ഒരു മെയിൻ വെർബാണ്. കണ്ടോ, മെയിൻ വെർബ്. അതുകൊണ്ട് ഉത്തരം ഏത് വരാം? ഓപ്ഷനിൽ വിച്ച് ഉണ്ടെങ്കിൽ വിച്ച് എഴുതാം, അല്ല ദാറ്റ് ഉണ്ടെങ്കിൽ ദാറ്റ് എഴുതാം. വിച്ച് ഓർ ദാറ്റ് ഏതെങ്കിലും ഒന്നേ ഓപ്ഷനിൽ വരുള്ളൂ. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കിയേ, ദിസ് ഈസ് ദ ഫോർട്ട് ഡാഷ് വാസ് ബിൽറ്റ് ബൈ അക്ബർ. കണ്ടല്ലോ, ഫോർട്ട് എന്ന് പറയുന്നത് കോട്ട, അതൊരു തിങ് ആണ്. എന്ത് ചെയ്യുന്നത്? നിർമ്മിതിയല്ലേ, തിങ് ആണ്. ഡാഷിന്റെ വാസ് വന്നിരിക്കുന്നു. വാസ് എന്നത് ഒരു ഓക്സിലറി വെർബാണ്. അതുകൊണ്ട് ഉത്തരം ഏത് വരുന്നു? വിച്ചും വരാം, അതുപോലെ ദാറ്റും വരാം. വിച്ചും വരാം, ദാറ്റും വരാം. ഏതെങ്കിലും ഒന്നേ ഓപ്ഷനിൽ വരുള്ളൂ. നമ്മൾ വിച്ചും ദാറ്റും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന കണ്ടീഷൻ എങ്ങനെ പറഞ്ഞു? തിങ്സ് ഓർ ആനിമൽ പ്ലസ് വിച്ച് ഓർ ദാറ്റ്. ഓക്കെ, ഡാഷ് കഴിഞ്ഞിട്ട് എന്തൊക്കെ വാക്ക് വരാം? ഓക്സിലറി വെർബ് വരാം, അല്ല എങ്കിൽ മെയിൻ വെർബ് വരാം, അല്ല എങ്കിൽ പ്രോനൗണ് വരാം. അടുത്ത് നമ്മൾ നോക്കുന്നത് വിച്ച് മാത്രം ഉപയോഗിക്കുന്ന കണ്ടീഷനാണ്. അപ്പം വിച്ചും ദാറ്റ് ഉപയോഗിക്കുന്ന കണ്ടീഷൻ എങ്ങനെ പറഞ്ഞു? തിങ്സ് ഓർ ആനിമൽ പ്ലസ് വിച്ച് ഓർ ദാറ്റ്. വസ്തുക്കളെയോ മൃഗങ്ങളെയോ സൂചിപ്പിക്കുന്ന സെന്റൻസുകളിൽ വിച്ച് ഉപയോഗിക്കാം, ദാറ്റ് ഉപയോഗിക്കാം. ഡാഷ് കഴിഞ്ഞിട്ട് എന്തൊക്കെ വാക്ക് വരാം? ഓക്സിലറി വരാം, മെയിൻ വെർബ് വരാം, അതുപോലെ പ്രോനൗൺ വരാം. ഇവിടെ ഞാൻ പറഞ്ഞത് വിച്ച് മാത്രം ഉപയോഗിക്കുന്ന കണ്ടീഷനാണ് അടുത്ത് പറയാൻ പോകുന്നത്. നോക്കിയേ, നെയിം ഓഫ് തിങ്, വസ്തുവിന്റെ പേര് എടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ നേരത്തെ ഒരു വസ്തു എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ റോഡ് എന്ന് പറഞ്ഞു, അപ്പൊ ഏത് റോഡാണെന്ന് പറഞ്ഞിട്ടില്ല. ഫോർട്ട് എന്ന് പറഞ്ഞു, അപ്പൊ ഏത് ഫോർട്ടാണെന്ന് പറഞ്ഞില്ല. അതിന്റെ പേര് എടുത്ത് പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പം വസ്തുക്കളുടെ പേര് എടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ? വിച്ച് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പൊ എന്തെന്ന് പറയാം? നെയിം ഓഫ് തിങ് പ്ലസ് വിച്ച് പ്ലസ് ഓക്സിലറി മെയിൻ വെർബ് പ്രോനൗൺ. അപ്പൊ വസ്തുക്കളുടെ പേര് എടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിച്ച് ഉപയോഗിക്കാം. ഡാഷ് കഴിഞ്ഞിട്ട് എന്തൊക്കെ വാക്ക് വരാം? ഓക്സിലറി മെയിൻ വെർബ്, അല്ല എങ്കിൽ പ്രോനൗണ് വരാം. എങ്കിൽ അവിടെ എന്ത് ഉപയോഗിക്കാം? വിച്ച് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഓക്കെ, ഒരു ചോദ്യം, ദിസ് ഈസ് MG റോഡ്. കണ്ടല്ലോ,
ദിസ് ഈസ് എ MG റോഡ്. കണ്ടാ MG റോഡ് എന്ന് പറയുന്നത് ആ റോഡിന്റെ പേര് എടുത്ത് പറഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ NH റോഡ്, ആ റോഡിന്റെ പേര് പറഞ്ഞു. നേരത്തെ റോഡ് എന്നാണ് പറഞ്ഞത്, ഇവിടെ നമ്മൾ റോഡിന്റെ പേരും കൂടെ പറയുന്നു അല്ലേ. അത് കഴിഞ്ഞിട്ട് ഡാഷ് ടേക്സ്. ടേക്സ് എന്ന് പറഞ്ഞാൽ ഒരു മെയിൻ വെർബാണ് അല്ലേ, മെയിൻ വെർബ്. യു ടു ബസ് സ്റ്റാൻഡ്. യു ടു ബസ് സ്റ്റാൻഡ്. ദിസ് ഈസ് എ MG റോഡ് ഡാഷ് ടേക്സ് യു ടു ബസ് സ്റ്റാൻഡ്. അപ്പൊ നെയിം ഓഫ് തിങ് എടുത്ത് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഉത്തരം ഏത് വരാവുള്ളൂ? വിച്ച് മാത്രമേ ഉത്തരമായിട്ട് വരാൻ പാടുള്ളൂ. വിച്ച് മാത്രമേ വരാവൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് വിച്ച് ഉപയോഗിക്കുന്ന മറ്റൊരു കണ്ടീഷനാണ്, രണ്ടാമത്തെ കണ്ടീഷനാണ്. നമ്മൾ വിച്ചും ദാറ്റിന്റെയും കാര്യത്തിൽ എന്തെന്ന് പറഞ്ഞു? തിങ്സ് ഓർ ആനിമൽ പ്ലസ് വിച്ച് ഓർ ദാറ്റ്. ഡാഷിന്റെ എന്തൊക്കെ വരാം? ഓക്സിലറി, മെയിൻ വെർബ്, അല്ല എങ്കിൽ പ്രോനൗൺ വരാം. ഇവിടെ അതേ ഇക്വേഷൻ തന്നെ, ചെറിയൊരു വ്യത്യാസം. തിങ്സ് ഓർ ആനിമലിനെ സൂചിപ്പിക്കുന്ന സെന്റൻസില് ഡാഷിന് മുന്നിലായിട്ട് ഒരു കോമ വന്നിട്ടുണ്ടെങ്കിൽ, ഡാഷിന് മുന്നിലായിട്ട് ഒരു കോമ വന്നിട്ടുണ്ടെങ്കിൽ ഉത്തരം എന്ത് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ? വിച്ച് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് ഇക്വേഷൻ എങ്ങനെ പറയാം? തിങ്സ് ഓർ ആനിമൽ പ്ലസ് കോമ പ്ലസ് വിച്ച്. അതായത് നമ്മൾ വിച്ചും ദാറ്റും ഉപയോഗിക്കുന്ന സെന്റൻസിൽ തന്നെ ഡാഷിന് മുന്നിലായിട്ട് ഒരു കോമ വന്നിട്ടുണ്ടാന്ന് നോക്കുക. കോമ വന്നിട്ടുണ്ടെങ്കിൽ ഉത്തരം ഏതിലേക്ക് വരുന്നു? വിച്ച് മാത്രം ഉപയോഗിക്കുന്ന കണ്ടീഷനിലേക്ക് മാറും. അപ്പൊ ഇക്വേഷൻ എങ്ങനെ പറയാം? തിങ്സ് ഓർ ആനിമൽ പ്ലസ് കോമ പ്ലസ് വിച്ച്. നോക്കിയേ, സെയിം ചോദ്യം. ദിസ് ഈസ് ദ റോഡ്. ദിസ് ഈസ് ദ റോഡ് കോമ. കണ്ടാ ഡാഷിന് മുന്നിൽ കോമ വന്നു. നേരത്തെ ഇതിൽ കോമയൊന്നും ഉപയോഗിച്ചില്ല. കോമ ഡാഷ് ടേക്സ് യു ടു റെയിൽവേ സ്റ്റേഷൻ. കണ്ടല്ലോ. അപ്പൊ റോഡ് എന്ന് പറയുന്നത് തിങ് ആണ്, വസ്തുവിന്റെ വസ്തുവാണ്, നെയിം ഒന്നും പറഞ്ഞിട്ടില്ല, തിങ് ആണ്. ഡാഷിന് മുന്നിലായിട്ട് കോമ വന്നിട്ടുണ്ട്. ടേക്സ് എന്ന് പറയുന്നത് മെയിൻ വെർബാണ് അല്ലേ. അവിടെ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അപ്പൊ വന്നിരിക്കുന്നത് ഉത്തരം ഏത് വരുന്നു? വിച്ച് മാത്രം ഉത്തരമായിട്ട് വരുന്നു. അപ്പം വിച്ച് മാത്രം ഉത്തരമായിട്ട് ഉപയോഗിക്കുന്ന രണ്ട് കണ്ടീഷനാണ് പഠിച്ചത്. നെയിം ഓഫ് തിങ് പ്ലസ് വിച്ച് പ്ലസ് ഓക്സിലറി, മെയിൻ വെർബ്, പ്രോനൗൺ. ഇനി തിങ്സ് ഓർ ആനിമൽസിനെ സൂചിപ്പിക്കുന്ന സെന്റൻസില് ഡാഷിന് മുന്നിലായിട്ട് ഒരു കോമ വന്നാൽ ഉത്തരം ഏതിലേക്ക് വരുന്നു? വിച്ച് വരുന്നു. മറക്കില്ലല്ലോ. അടുത്ത് നമ്മൾ പറയുന്നത് ദാറ്റ് എവിടെ ഉപയോഗിക്കാം. അപ്പൊ വിച്ച് മാത്രം ഉപയോഗിക്കുന്ന കണ്ടീഷൻ പഠിച്ചു. ഇങ്ങനെയായിരുന്നു വിച്ച് മാത്രം ഉപയോഗിക്കുന്ന രണ്ട് കണ്ടീഷൻ. ഒന്നാമത്തത് നെയിം ഓഫ് തിങ് പ്ലസ് വിച്ച്. ഇനി വിച്ച് ഉപയോഗിക്കുന്ന രണ്ടാമത്തെ കണ്ടീഷൻ എങ്ങനെ പറഞ്ഞു? രണ്ടാമത്തെ കണ്ടീഷൻ തിങ്സ് ഓർ ആനിമൽ പ്ലസ് കോമ പ്ലസ് വിച്ച്. അപ്പൊ ഡാഷിന് മുന്നിലായിട്ട് കോമ വന്നു കഴിഞ്ഞാൽ വസ്തുക്കളെയോ മൃഗങ്ങളെയോ സൂചിപ്പിക്കുന്ന സെന്റൻസില് ഡാഷിന് മുന്നിൽ കോമ വന്നിട്ടുണ്ടെങ്കിൽ വിച്ച് ഉപയോഗിക്കാം. ഇനി ദാറ്റ് ഉപയോഗിക്കുന്ന കണ്ടീഷനാണ് പഠിക്കുന്നത്. നോക്കിയേ, ദാറ്റ് എവിടെ ഉപയോഗിക്കാം? ദാറ്റ് മൂന്ന് പ്രധാനപ്പെട്ട കണ്ടീഷനിൽ ദാറ്റ് ഉപയോഗിക്കണം. ഒന്നാമത് നോക്കിയേ, സൂപ്പർലേറ്റീവ് ഡിഗ്രി പ്ലസ് ദാറ്റ്. അതായത് ഡാഷിന് മുന്നിൽ എവിടെയെങ്കിലും, നമുക്ക് ഫിൽ ചെയ്യാൻ തന്നിരിക്കുന്ന ഡാഷിന് മുന്നിൽ എവിടെയെങ്കിലും സൂപ്പർലേറ്റീവ് ഡിഗ്രിയെ സൂചിപ്പിക്കുന്ന വാക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ മനസ്സിലാക്കാം സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണെന്ന്? EST അവസാനിക്കുന്നതോ അല്ല എങ്കിൽ മോസ്റ്റിൽ തുടങ്ങുന്നതോ ആയിട്ടുള്ള വാക്കുകളെയൊക്കെ നമുക്ക് എന്തെന്ന് പറയാം? സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്ന് പറയാം. ഇപ്പൊ സൂപ്പർലേറ്റീവ് ഡിഗ്രി എങ്ങനെ കണ്ടാ തിരിച്ചറിയാം? EST അവസാനിക്കുന്നതോ അല്ല എങ്കിൽ മോസ്റ്റിൽ തുടങ്ങുന്നതോ ആയിട്ടുള്ള വാക്കുകളാണ് സൂപ്പർലേറ്റീവ് ഡിഗ്രി. നോക്കിയേ, ടാളസ്റ്റ് ഏത് ഡിഗ്രിയാണ് മക്കളെ? ടാളസ്റ്റ്. നോക്കുക, EST അവസാനിക്കുന്നു, സൂപ്പർലേറ്റീവ് ഡിഗ്രി. അതുപോലെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഏത് ഡിഗ്രിയാണ്? മോസ്റ്റ് ബ്യൂട്ടിഫുൾ, മോസ്റ്റ് തുടങ്ങുന്ന വാക്ക് സൂപ്പർലേറ്റീവ് ഡിഗ്രി. അപ്പൊ ഇത്തരത്തിലുള്ള വാക്കുകൾ എവിടെ വരണം? ഡാഷിന് മുന്നിൽ എവിടെയെങ്കിലും കിടപ്പുണ്ടെങ്കിൽ ആ ഡാഷിൽ നമ്മൾ ഏത് ഉത്തരം എഴുതുക? ദാറ്റ് മാത്രമേ ഉത്തരമായിട്ട് വരാറുള്ളൂ. ദാറ്റ് എഴുതുക. ഓക്കെ, നോക്കിയേ ചോദ്യം നോക്കിയേ. അപ്പൊ നമുക്ക് സൂപ്പർലേറ്റീവ് ഡിഗ്രി പ്ലസ് ദാറ്റ് എന്ന് പഠിക്കാം. ഓക്കെ, ചോദ്യം നോക്കിയേ. ദിസ് ഈസ് ദ ബെസ്റ്റ് പെൻ. കണ്ടാ, ബെസ്റ്റ് EST അവസാനിക്കുന്ന വാക്ക് ദ പ്ലസ് അല്ലെങ്കിൽ സൂപ്പർലേറ്റീവ് ഡിഗ്രി വന്നിട്ടുണ്ട് അല്ലേ. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ബെസ്റ്റ് പെൻ ഡാഷ് യു എവർ ബോട്ട്. ദിസ് ഈസ് ദ ബെസ്റ്റ് പെൻ ഡാഷ് യു എവർ ബോട്ട്. കണ്ടാ, ഡാഷ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? ഡാഷിന് മുന്നിലായിട്ട് സൂപ്പർലേറ്റീവ് ഡിഗ്രിയെ സൂചിപ്പിക്കുന്നു. അപ്പൊ നമുക്ക് ഉത്തരം ഏത് വരുന്നു? ദാറ്റ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. ദാറ്റ് വരുന്നു. ഇപ്പൊ സൂപ്പർലേറ്റീവ് ഡിഗ്രിയെ സൂചിപ്പിക്കുന്ന വാക്ക് ഡാഷിന് മുന്നിൽ എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഉത്തരം ദാറ്റ്. ഡാഷിന് മുന്നിലാണ് നോക്കേണ്ടത്. ഡാഷ് കഴിഞ്ഞിട്ട് വരികയാണെങ്കിൽ ആ റൂള് അല്ല, നമ്മളിപ്പോ പഠിച്ച മറ്റേതെങ്കിലും റൂളിലേക്ക് പോകും. നോക്കി, അടുത്തത് ദാറ്റ് ഉപയോഗിക്കുന്ന രണ്ടാമത്തെ കണ്ടീഷനാണ് പേഴ്സൺ പ്ലസ് തിങ്സ് ഓർ ആനിമൽ പ്ലസ് ദാറ്റ്. പേഴ്സൺ പ്ലസ്
തിങ്സ് ഓർ ആനിമൽ പ്ലസ് ദാറ്റ്. അതായത് ഡാഷിന് മുന്നില് ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്ന വാക്കും വന്നിട്ടുണ്ട്, അതിനെ തുടർന്ന് ഒരു എന്ത് ചെയ്യുന്നു തിങ് അല്ലെങ്കിൽ ആനിമലിനെ സൂചിപ്പിക്കുന്ന വാക്ക്, ഇവയിൽ ഏതെങ്കിലും ഒന്നും വന്നിട്ടുണ്ട് എങ്കിൽ ഉത്തരം ഏതെഴുതുക? ദാറ്റ്. അപ്പൊ പേഴ്സൺ പ്ലസ് തിങ് ഓർ ആനിമൽ പ്ലസ് ദാറ്റ്. ഡാഷിന് മുന്നിലായിട്ട് ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്ന വാക്കും വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ തിങ് അല്ലെങ്കിൽ ആനിമലിനെ സൂചിപ്പിക്കുന്ന ഇവയിൽ ഏതെങ്കിലും ഒരു വാക്കും വന്നിട്ടുണ്ട് എങ്കിൽ ഉത്തരം ഏതെഴുതുക? ദാറ്റ് എഴുതുക. നോക്കി, ദ ഓൾഡ് മാൻ ആൻഡ് ഹിസ് കാറ്റ്. ഓൾഡ് മാൻ എന്ന് പറയുന്ന ഒരു പേഴ്സൺ ആണ്, കാറ്റ് എന്ന് പറയുന്നത് ആനിമൽ ആണ്. ഉത്തരം ഏത് വരുന്നു? പേഴ്സൺ പ്ലസ് ആനിമൽ. ഉത്തരം ഏതാണ്? ദാറ്റ് ഉത്തരമായിട്ട് വരും. ദാറ്റ് അവിടെ ഉത്തരമായിട്ട് വരും. ക്ലിയർ ആണോ? അപ്പൊ ദാറ്റ് ഉപയോഗിക്കുന്ന രണ്ട് കണ്ടീഷൻ എങ്ങനെയാ? സൂപ്പർലേറ്റീവ് ഡിഗ്രി പ്ലസ് ദാറ്റ്. രണ്ടാമത്തെ ഇക്വേഷൻ ആണെങ്കിലോ പേഴ്സൺ പ്ലസ് തിങ് ഓർ ആനിമൽ പ്ലസ് ദാറ്റ്. ദാറ്റ് ഉപയോഗിക്കുന്ന മൂന്നാമത്തെ കണ്ടീഷൻ ആണ് അടുത്ത് പറയാൻ പോകുന്നത്. അപ്പൊ ആദ്യ രണ്ട് കണ്ടീഷൻ എങ്ങനെയായിരുന്നു? ഒന്നാമത്തെ കണ്ടീഷൻ പറഞ്ഞത് ദാറ്റ് എങ്ങനെ ഉപയോഗിക്കാന്ന് പറഞ്ഞു. സൂപ്പർലേറ്റീവ് ഡിഗ്രി പ്ലസ് ദാറ്റ്. സൂപ്പർലേറ്റീവ് ഡിഗ്രി എങ്ങനെ കണ്ടാൽ തിരിച്ചറിയാം? EST അവസാനിക്കുന്നതോ അല്ലെങ്കിൽ മോസ്റ്റ് തുടങ്ങുന്നതോ വാക്കാണ് സൂപ്പർലേറ്റീവ് ഡിഗ്രി. ഇത് കഴിഞ്ഞിട്ടാണ് ഒരു ഡാഷ് വരുന്നതെങ്കിൽ സെന്റൻസിന്റെ ഡാഷിന് മുന്നിൽ എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഉത്തരം. രണ്ടാമത് പറഞ്ഞത് പേഴ്സൺ പ്ലസ് തിങ് ഓർ ആനിമൽ പ്ലസ് ദാറ്റ്. മൂന്നാമത്തെ കണ്ടീഷൻ ഒരു കോഡിലൂടെ പഠിക്കുക. സലോമൻ പ്ലസ് ദാറ്റ്. എന്തെന്ന് പഠിക്കാം? സലോമൻ പ്ലസ് ദാറ്റ്. അതായത് കുറച്ച് വാക്ക് പഠിക്കാനാണ് ആ കോഡ്. സലോമൻ പ്ലസ് ദാറ്റ്. എസിൽ വരുന്ന വാക്കാണ് സെയിം. എസിൽ വരുന്ന വാക്ക് ഏത്? സെയിം. എയിൽ വരുന്ന വാക്ക് ഓൾ എനി. എയിൽ രണ്ട് വാക്കുണ്ട്, ഓൾ എനി. അതുകൊണ്ട് നമുക്ക് എന്തെന്ന് കൊടുക്കാം? എ സ്ക്വയർ എന്ന് കൊടുക്കാം. അതിന്റെ അർത്ഥം എയിൽ രണ്ട് വാക്കുണ്ട്, ഓൾ എനി. എനിൽ വരുന്ന വാക്ക് ലിറ്റിൽ. എല്ലിൽ വരുന്ന വാക്ക് ഏതാണ്? ലിറ്റിൽ. ഇപ്പൊ സലോമൻ എസ് മീൻസ് സെയിം. എയിൽ വരുന്ന രണ്ട് വാക്കുകൾ കേൾക്കാം, ഓൾ എനി. എല്ലിൽ വരുന്ന വാക്ക് ലിറ്റിൽ. ഓയിൽ വരുന്ന വാക്കാണ് ഒള്ളി. ഓയിൽ വരുന്ന വാക്ക് ഒള്ളി. എമ്മിൽ വരുന്ന വാക്ക് മച്ച്. എമ്മിൽ വരുന്ന വാക്ക് മച്ച്. അതുപോലെ അടുത്ത ഈയിൽ വരുന്ന വാക്കാണ് എവരിത്തിങ്. ഈ മീൻസ് എവരിത്തിങ്. എന്നില് മൂന്ന് വാക്കുണ്ട്, അതുകൊണ്ട് എൻ ക്യൂബ് എന്ന് കൊടുക്കാം. എന്നിൽ വരുന്ന മൂന്ന് വാക്കാണ് നോ, നണ്ണ്, എന്നോ എന്നി, നണ്ണ്, നത്തിങ്. നോ, നണ്ണ്, നത്തിങ്. ഇപ്പൊ സലോമിൽ വരുന്ന വാക്കുകൾ ഏതൊക്കെയാണ്? എസിൽ വരുന്ന വാക്ക് സെയിം. എയിൽ വരുന്ന രണ്ട് വാക്ക് ഓൾ എനി. എല്ലിൽ വരുന്ന വാക്ക് ഏത്? ലിറ്റില്. ഓയിൽ വരുന്ന വാക്ക് ഉള്ളി. എമ്മിൽ വരുന്ന വാക്ക് മച്ച്. ഈയിൽ വരുന്ന വാക്ക് എവരിത്തിങ്. എന്നിൽ വരുന്ന മൂന്ന് വാക്ക് ഏത്? നോ, നൺ, നത്തിങ്. ഈ വാക്കുകൾ ഏതെങ്കിലും ഒന്ന്, ഇതിൽ ഏതെങ്കിലും ഒരു വാക്ക് ഡാഷിന്റെ മുന്നിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, തന്നിരിക്കുന്ന ചോദ്യത്തില് ഡാഷിന് മുന്നിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ മറ്റൊരു റൂളും നോക്കണ്ട, ഉത്തരം ഏതെഴുതുക? ദാറ്റ്. അതായത് മറ്റെല്ലാ റൂളിനെയും സ്വാധീനിക്കുന്ന വാക്കുകളാണ് ഇത്. അതുകൊണ്ട് മറ്റൊരു റൂളും നോക്കണ്ട, ഉത്തരം ഏതെഴുതുക? ദാറ്റ്. അപ്പൊ ഈ വാക്കുകളിൽ ഏതെങ്കിലും ഒന്ന് ഡാഷിന് മുന്നിൽ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഉത്തരം ദാറ്റ് എഴുതുക. സലോമൻ പ്ലസ് ദാറ്റ്. ക്ലിയർ ആണല്ലോ? നമുക്കപ്പം ചിലപ്പോൾ ഹൂ വരാൻ സാധ്യതയുള്ള സെന്റൻസ് ആയിരിക്കും. സെയിം എന്ന വാക്കെന്നോ അല്ലെങ്കിൽ ഓൾ എന്ന വാക്കോ ഡാഷിന് മുന്നിൽ എവിടെയെങ്കിലും കിടക്കുന്നുണ്ട്, ഉത്തരം ഏതെഴുതുക? ഹൂവിന് പകരം ദാറ്റ് എഴുതുക. അപ്പൊ സലോമൻ പ്ലസ് ദാറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. നോക്കിയേ, ദിസ് ഈസ് ദ സെയിം മാൻ. ദിസ് ഈസ് ദ സെയിം മാൻ ഡാഷ് പിക്ഡ് മൈ പോക്കറ്റ്. നമ്മളെ പഴയ അറിവ് വെച്ച് നമ്മൾ എന്ത് ചെയ്തു? മാൻ എന്ന് പറയുന്നത് പേഴ്സൺ ആണ്, പിക്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെർബാണ്. ഹൂ നമ്മൾ അവിടെ എഴുതാൻ സാധ്യതയുണ്ട്. പക്ഷെ സെയിം എന്ന് പറയുന്ന വാക്ക് കിടക്കുന്നുണ്ടാ? സെയിം എന്ന് പറയുന്ന വാക്ക് ഡാഷിന് മുന്നിൽ വന്നുകൊണ്ട് ഉത്തരം ഏതെഴുതണം? ദാറ്റ് അവിടെ ഉത്തരമായിട്ട് വരും. അപ്പൊ ഈ വാക്ക് ഇതിൽ ഏതെങ്കിലും വാക്ക് ഡാഷിന് മുന്നിൽ എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ ഉത്തരം ഏതെഴുതുക? ദാറ്റ് എഴുതുക. മറക്കൂലല്ലോ? സലോമൻ പ്ലസ് ദാറ്റ്. അടുത്തത് വാട്ട് അല്ലെങ്കിൽ വേർ എവിടെ ഉപയോഗിക്കാം? ഇനി പ്രത്യേകിച്ച് റൂളൊന്നുമില്ല. ഇനി ഉള്ളതൊക്കെ നമ്മൾ അർത്ഥം നോക്കി എഴുതിയാൽ മതി. വാട്ട് എന്ന് പറഞ്ഞാൽ എവിടെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ വേർ എവിടെ ഉപയോഗിക്കാം? വാട്ടിന്റെ അർത്ഥം എന്താണ്? എന്താണ് എന്നാണ് അർത്ഥം. വേർ ആണെങ്കിലോ എവിടെ അല്ലെങ്കിൽ അവിടെ എന്ന അർത്ഥത്തില് വരും. അത് തന്നെയാണ് അതിന്റെ റൂള്. എന്താണ് എന്ന അർത്ഥം വരുന്നിടത്ത് വാട്ട് ഉപയോഗിക്കാം. നമ്മൾ ഒരു ചോദ്യം വായിക്കുമ്പോൾ എന്താണ് എന്ന അർത്ഥം വരുന്നിടത്താണെങ്കിൽ വാട്ട് ഉപയോഗിക്കാം. എന്നാൽ എവിടെ അല്ലെങ്കിൽ അവിടെ എന്ന അർത്ഥം വരുന്നിടത്ത് വേർ ഉപയോഗിക്കാം. സ്ഥലത്തേക്ക് കുറിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ വേർ ഉപയോഗിച്ച് പറയും. എവിടെ അല്ലെങ്കിൽ അവിടെ എന്ന അർത്ഥം വരുന്നിടത്ത് വേർ ഉപയോഗിക്കാം. എന്താണ് എന്ന അർത്ഥം വരുന്നിടത്ത് വാട്ട് ഉപയോഗിക്കാം. അല്ലാണ്ട് അതിന് പ്രത്യേകിച്ച് റൂളുകളൊന്നുമില്ല. നമ്മൾ മറ്റത് പറഞ്ഞ പോലെയുള്ള പ്രധാനപ്പെട്ട റൂളുകളൊന്നും ഇതിനില്ല.
അർത്ഥം നോക്കി അങ്ങ് ഇത്. ഹൗ എവിടെ ഉപയോഗിക്കാം? ഹൗ എങ്ങനെ എന്നർത്ഥം വരുന്നിടത്ത് ഹൗ ഉപയോഗിക്കാം. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നൂടെ, അതിന്റെയൊക്കെ അർത്ഥം വരുന്നിടത്ത് അർത്ഥം വരുന്ന രീതിക്കാണ് ഉപയോഗിക്കുന്നത്. ഒരു ചോദ്യം നോക്കിയേ. ഡു ഡാഷ് ഐ സെഡ്. നിങ്ങൾ എന്നെ പറഞ്ഞു നോക്കൂ. ഡു ഡാഷ് ഐ സെഡ്. ഡു എന്താണോ ഞാൻ പറയുന്നത് അത് ചെയ്യാനാണ്. അപ്പൊ ഡു ഡാഷ് ഐ സെഡ്. അപ്പൊ ഡു വാട്ട് ഐ സെഡ്. അവിടെ വാട്ട് അവിടെ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ. ദിസ് ഈസ് ദ പ്ലേസ് ഡാഷ് ഐ വാസ് ബോൺ. ദിസ് ഈസ് ദ പ്ലേസ് ഡാഷ് ഐ വാസ് ബോൺ. ഇതാണ് ആ സ്ഥലം, ഇവിടെ അല്ലെങ്കിൽ അവിടെയാണ് ഞാൻ ജനിച്ചത്. അപ്പൊ നമ്മൾ ഇവിടെ അല്ലെങ്കിൽ അവിടെ എന്ന് അർത്ഥം വരുന്നുണ്ട് എന്ത് ഉപയോഗിക്കാം? വെയർ അവിടെ ഉത്തരം ഉപയോഗിക്കാം. അപ്പൊ വാട്ട് അല്ലെങ്കിൽ വെയർ അവിടെ ഉപയോഗിക്കാം. എന്താണ് എന്നർത്ഥം വരുന്നിടത്ത് വാട്ട് ഉപയോഗിക്കാം. എവിടെ അല്ലെങ്കിൽ അവിടെ എന്നർത്ഥം വരുന്നിടത്ത് വെയർ ഉപയോഗിക്കാം. ഇത്രയാണ് റിലേറ്റീവ് പ്രൊനൗൺ.